അപ്പം ഈ വലിയ വാഹനങ്ങൾ എന്ന് വെച്ചാൽ ബസ് സർവീസ് കൂടെ കൂടുതലായി അനുവദിക്കാൻ കഴിയുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് മെയിൻ കാരണം. ലാഭത്തിലല്ല, ലാഭകരമല്ലാത്ത റൂട്ടുകൾ കട്ട് ചെയ്തപ്പോൾ അതിന് പകരമായിട്ടാണ് ഗ്രാമവണ്ടി കൊടുത്തത്. ആ ഗ്രാമവണ്ടി എടുത്ത് ഓടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അത് നടന്നില്ല. അതാണ് അതിൻ്റെ മുഖ്യമായ കാരണം. സ്ത്രീകൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, ഇപ്പോൾ വാഹനത്തിൻ്റെ കാര്യം ഞാൻ വെള്ളടയിലാണ്, വെള്ളട ജംഗ്ഷനിലാണ്. അവിടെ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷിനാശം, കംപ്ലീറ്റ് പന്നിശല്യം, പിന്നെ കോഴികൾ വളർത്തൽ ഞങ്ങളുടെ ഒരു സ്ഥിരം തൊഴിലാണ്. അത് കീരി. കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് തന്നെ ഏകദേശം 85ഓളം കോഴികളെ ഞങ്ങളെ വീട്ടിൽ നിന്ന് മാത്രം നശിപ്പിച്ചിട്ടുണ്ട്. താറാവ്, ബാങ്കോഴി, ഗിരിരാജക്കോഴി, എല്ലാ കോഴികളെയും. അങ്ങനെ അതൊരു ശല്യമുണ്ട്. പന്നിയുടെ ശല്യവും വളരെയധികം. പിന്നെ പച്ചക്കറി കൃഷി, മരിച്ചീനി, 700ഓളം കമ്പ് മരിച്ചീനി ഒറ്റ പാത്തിയിൽ തന്നെ 2-3 ദിവസം കൊണ്ട് തീർത്ത്. അത് റോഡിൽ തന്നെ പരസ്യമായിട്ട് കയറി, പകല് പോലും അവിടെയുള്ള ചെറിയൊരു അക്വോറിയത്തിനകത്തൊക്കെ കയറി. അപ്പം ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള ജീവിക്കാനുള്ള ജീവികൾ നാട്ടിൽ കയറുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളത് ഇപ്പം പറഞ്ഞതുപോലെ നടപ്പിലാക്കണം. നമ്മൾ എന്താണ് ഇപ്പം തെരഞ്ഞെടുപ്പ് ഈ അടുത്ത് വരുമ്പോൾ വലിയ വലിയ വിഷയങ്ങളാണോ ഈ ഒരു ഭാഗത്ത്, നമ്മൾ ഇവിടുത്തെ ലോക്കൽ വിഷയങ്ങളാണോ ചർച്ച ചെയ്യപ്പെടുന്നത്? വലിയ വിഷയങ്ങളും ഗൗരവമുള്ള വിഷയങ്ങളും ഒക്കെ ചർച്ചയിലുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. അതോടൊപ്പം തന്നെ പ്രാദേശികമായ വികസനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകളാണ് കൂടുതൽ ലഭിക്കേണ്ടത്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ തുടർഭരണത്തിൽ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് മുമ്പുണ്ടായിരുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട്, പ്ലാൻ ഫണ്ട് എന്നൊരു വെറുതെ ഒരു പേരിന് മാത്രമാണുള്ളത്, മുഴുവൻ ഫണ്ടുകളും വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സമീപനമാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവരുടെ ഒരു പ്രഖ്യാപിത നയം പോലെയാണ് അവരിതിനെ ഓരോന്നായി ഘട്ടം ഘട്ടമായി താഴേക്കടയിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും ബൃഹത്തായ പദ്ധതികളെ അവർ അട്ടിമറിക്കുന്നു എന്നതാണ്, ഫണ്ട് കൊടുക്കാതെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ നമ്മുടെ പഞ്ചായത്തെന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും സാമ്പത്തികമായി ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് വെള്ളറട ഒരു വലിയ പഞ്ചായത്താണ്. ഒരു പക്ഷേ ഈ താലൂക്കിലെ തന്നെ വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ്. ഈ മലയോര പഞ്ചായത്ത് കൂടിയാണ്. ഈ പഞ്ചായത്തിൽ വരുന്ന ഫണ്ടുകൾ വളരെ സമഗ്രമായി അതായത് സാധാരണക്കാർക്ക് എന്താണോ അത് വെച്ചുകൊണ്ട്, അതായത് അതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അത്രയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഇവിടെ ഒരു ഭരണകക്ഷി മാത്രമല്ലല്ലോ, പ്രതിപക്ഷവും ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. 2-3 വാർഡിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവർക്ക് പോലും ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സമരപരിപാടികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് പറയാനുള്ളത്? എത്രത്തോളം പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം നല്ലൊരു ഭരണമാണ് നമുക്ക് പഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്. ശരിക്കും 23 വാർഡുകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. നമ്മളിവിടെ എടുത്തു പറയുണ്ടായി വാഹന സൗകര്യം. ശരിക്കും നമുക്കറിയാം, സ്ത്രീകൾ ഇന്ന് വാഹനമില്ലാത്ത സ്ത്രീകളില്ല. പക്ഷേ നമുക്കാവശ്യം ഒരു ഇട റോഡിലോ അല്ലെങ്കിൽ ആൾവാസം കുറഞ്ഞ റോഡിലോ അല്ല, ഇതൊരു മെയിൻ റോഡാണ്. അപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സ്കൂൾ ബസ്സിനെയാണ്. അപ്പം സാധാരണ സ്കൂൾ ബസ് പോയിട്ടുള്ളത് നമ്മുടെ സർക്കാർ ബസ്സുകളെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈ ഒരു മെയിൻ റോഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബസ് സൗകര്യം കുട്ടികൾ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക്, അത് നമുക്ക് ഏറ്റവും അത്യാവശ്യം. നേരത്തെ ഇവിടെ നെടുമങ്ങാട് വരെ നമുക്ക് ബസ് ഇവിടുന്ന് പോയി വരുന്നതാണ്. അതൊക്കെ ഒരു പെട്ടെന്ന് എടുത്ത് മാറ്റുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. ആരോപണം കേട്ടായിരുന്നല്ലോ അല്ലേ? ആരോപണം കേട്ടു, പക്ഷെ അത് ഒരിക്കലും അതിനോട് യോജിപ്പില്ലാത്ത ഒരു ആരോപണമാണ്. കാരണം സർക്കാരിന് ഈ KSRTCക്ക് നമുക്ക് തൊട്ടപ്പുറം കത്തിപ്പാറ ഒരു 2 കിലോമീറ്റർ കൂടെ വന്ന് തിരിഞ്ഞു പോകാവുന്ന ഒരു സൗകര്യമാണ് ഈ സ്ഥലം. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? അപ്പോൾ 1 കിലോമീറ്റർ, പക്ഷെ എന്തുകൊണ്ട് അതായിക്കൂടെ എന്നാണ് ചോദ്യം വരുന്നത്. അപ്പൊ അത്രയും സർക്കാർ ലുപ്തിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അത് സാധാരണക്കാരനെ ദ്രോഹിക്കുന്നതല്ലേ. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇതൊരു മെയിൻ റോഡാണ്. അപ്പൊ അതൊരു സാധാരണക്കാരനെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ആനുകൂല്യം ആവശ്യമുള്ളത് താഴേക്കടയിലുള്ളവർക്കാണ്. അല്ലാതെ കാശുള്ളവൻ എന്ത് ചെയ്യും? കാറിൽ പോകും അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പരിഗണിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, നമ്മൾ പ്രാദേശിക വിഷയങ്ങൾ സംസാരിക്കുന്നതിന്റെ കൂടുതൽ എന്താണ് പ്രതീക്ഷകൾ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. ഇവിടെ വെള്ളട പഞ്ചായത്തിന്റെ ഒരു അവസ്ഥ,
ഒരു ഭാഗം നമ്മുടെ വെള്ളട പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന CPM ആണ്, ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം കൊണ്ടുവരുന്ന പദ്ധതികൾ ഇവിടെ കോൺഗ്രസ് നടപ്പാക്കുന്നില്ല. ഇവരുടെ വടംവലിയാണ് ഇതിൻ്റെ ഇടയിലിടുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ പാവം ജനങ്ങളാണ്. അവർക്ക് കിട്ടേണ്ട ഗ്രാമവണ്ടി ഇവിടെ കിട്ടായി പോയി. ഇത് രണ്ടുപേരുടെയും കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചത്. ഇവരെ മേളിൽ കുറ്റിട്ടായിരുന്നു, ഇവരെ മേളിൽ ചുറ്റുമായിരുന്നു. ഇത് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, മൊത്തത്തിൽ തന്നെ കേരളത്തിൽ നടക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ചാരൽ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പാവജനങ്ങളാണ്. നമ്മുടെ സംസ്ഥാന, അതായത് ദേശീയ തലത്തിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയാം, നരേന്ദ്രമോദി സർക്കാർ ഇവിടെ വന്നേ പിന്നെ 11 വർഷമായി തുടർന്ന ഈ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ വികസനത്തിന് അടിസ്ഥാനം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കൂടി പോകാം കേട്ടോ. നേതാക്കളുടെയും പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്നവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ചേട്ടാ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. നല്ല ഭയങ്കര ഭംഗിയുള്ള പ്രദേശമാണ് നിങ്ങളുടെ കേട്ടോ. പക്ഷെ ഇപ്പൊ വന്നപ്പോ ഈ ബസ് ഇല്ല എന്നുള്ളത് വലിയ യൂത്തൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് രംഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പൊക്കെ എവിടെ വരെ എത്തി? തെരഞ്ഞെടുപ്പ് 2 പാർട്ടിക്കാരും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2 പാർട്ടിക്കാരാ ഇപ്പൊ നമ്മൾ കാണുന്ന ഇതാണ്, 2 പാർട്ടിക്കാരും നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. 3 പാർട്ടി വർക്ക് അവർക്ക് നല്ലതാവട്ടെ, പക്ഷെ നാട്ടിലും കൂടെ ഗുണമുള്ള രീതിയിൽ എല്ലാവരും ഭരിക്കണം. ആര് ഭരണത്തിൽ വരുന്നോ അവർ നല്ല രീതിയിൽ ഭരിക്കണം. അപ്പോൾ ജനങ്ങൾക്ക് നല്ലൊരു അതെന്താന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് ഒരു ഉപയോഗം ഉണ്ടാവണം. ഒരു നാടിന് ഒരു ആവശ്യം വരുമ്പോൾ അതെന്താണെന്ന് പഠിച്ച് അത് ചെയ്യണം. ഈ സാധാരണ എപ്പോഴുള്ള ഈ പഞ്ചായത്തിലൊക്കെ പറയുന്നതാണ്, വോട്ട് ചോദിക്കാൻ വരുമ്പോഴേ ഈ മുഖം കാണുന്നുള്ളൂ, പിന്നെ ഇങ്ങോട്ട് വരവില്ലെന്നൊക്കെ പറയും. ആ രീതിക്കാണ് ഇവിടെ? ഇല്ല, അത് ചിലവരെ മുൻനിർത്തി പറയുന്നുണ്ട്, പക്ഷെ അത് എല്ലാവരും അങ്ങനെ നമുക്കത് പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരും വരുന്നുണ്ട്, മോശപ്പെട്ടവരുണ്ട്. അത് സത്യമാണ് ഈ പറയുന്നത്. ആൾക്കാരുടെ ആ ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ആ രീതിയാണ്. അത് നമുക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഒരു ഇതാണ്. നമുക്കത് അങ്ങനെ പറയാൻ പറ്റും. എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ ഉണ്ട്, അവിടെ ഇലക്ഷൻ ഇല്ല. ഇതാണ് ഇത് കേരളം, അത് തമിഴ്നാട്. പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു കർഷകനാണ്. ഇവിടെ വന്യമൃഗങ്ങളെ കൊണ്ട് എനിക്ക് പൊറുതി മുട്ടി ജീവിക്കുകയാണ്. ആര് ജയിച്ചു വന്നാലും അതിനൊരു പരിഹാരം കാണും. ഇതാണ് എൻ്റെ കാര്യം. നമ്മൾ അവരോട് പറയുന്നതും അത് തന്നെയാണ്, പക്ഷെ ഈ പറയുന്ന കുറെ നൂലാമാലകൾ അതിന്റെ പിന്നാലെ ഉണ്ട്. അതുണ്ട്, അതിന് എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ കുരങ്ങന്മാരെ പിടിക്കാൻ കൂട് വയ്ക്കാം, അത് നൂലാമാല അല്ലല്ലോ. അതിനെ പിടിച്ച് വേറെ ഏതെങ്കിലും ഫോറസ്റ്റിൽ കൊണ്ടിടാം. പന്നിയെ വേട്ടി ഓടിക്കേണ്ട സംവിധാനം ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇവരിന് വെടിവെച്ച് തന്നെ കൊല്ലണമെന്നില്ല, അല്ലാതെ തന്നെ ഒരുപാട് വഴികളുണ്ട്. ഒരു ആനുകൂല്യം കേരളത്തിലുള്ള സ്ത്രീകൾക്കായാലും കുടുംബങ്ങൾക്കായാലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. കാരണം ബസ്സിലെ ടിക്കറ്റ് വനിതകൾക്ക് ഫ്രീ ആണ്, പൈസ കൊടുക്കാൻ ബസ്സില്ല. അത് പോയിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾക്ക് അവിടുന്ന് നമ്മളെ കേരളത്തിലെ കുട്ടികൾ കയറി വന്നാൽ പോലും ഫ്രീ ആയിട്ട് കയറി വരാം. പക്ഷെ നമ്മളെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ ഒരു കുട്ടി കേരളത്തിൽ കയറി വന്നാൽ പോകാൻ പറ്റുമോ? പറ്റൂല, ഇറക്കി വിടും കണ്ടക്ടർ. അപ്പൊ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ, അതുപോയിട്ട് റേഷൻ, തമിഴ്നാട്ടിൽ കിട്ടുന്ന റേഷന്റെ ഒരു അംശം പോലും നമ്മളെ കേരളത്തിൽ കിട്ടും. നമ്മൾ തന്നെ അവര് വീട്ടുകാർ അധികം കിട്ടുന്ന സാധനങ്ങൾ ബ്ലാക്കിൽ ഞങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. കാരണം ലാഭമാണത്. അപ്പം തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ കേരളത്തിന്റെ ആനുകൂല്യം എന്ന് പറയുന്നത് എവിടെ പോകുന്നു എന്ന് ആർക്കും അറിയില്ല. പക്ഷെ തമിഴ്നാട്ടിൽ ഇത്രയും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. സർക്കാരെല്ലാം ഒരുപോലെയല്ലേ, ഭരണം ഒരുപോലെയല്ലേ. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി വളരെ മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ ഇവര് അഴിമതിയും തൊഴിലുറപ്പും മറ്റു ഇതുള്ള പൈസകൾ അഴിച്ചുമാറ്റി അവരെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ഈ നാടിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ മുരടിപ്പ് വലിയ ഒരു 10 വർഷം പുറകിലോട്ടാണ് ഈ വെള്ളട പഞ്ചായത്തിന്റെ പോക്ക്.